ആരാ ആരാ എന്താണെന്നൊന്നും അറിയാണ്ട് പഴയ പാത്രങ്ങളും തുണിയൊന്നും ഇവിടുന്ന് തരാൻ പറ്റില്ല. പോയിട്ട് ശനിയാഴ്ച വരിക. ഇയാള് പോയില്ലേ? ഇല്ല. ഇല്ലെന്ന്? ആഹാ, അതെന്താ? ഇയാൾ ആരാ? മായ. മായ. മായയിൽ മായ ജീവിതം തന്നല്ലയോ മായ, കുരുക്ഷേത്ര ഭൂമിയിൽ വില്ലാളി വീരുന്ന പ്രാർത്ഥനയും വലച്ചതും മായ. ആ മായ എങ്ങാനാണോ? അല്ല. അല്ല? അല്ലെങ്കിലും മായ എന്നുള്ള പേര് കൊള്ളാം. മായക്ക് കുടിക്കാൻ എന്താ? ചായ, കാപ്പി, ജീരകാഷ്ടം, ബലാരിഷ്ടം, ഒരു ടീസ്പൂൺ ബ്രഹ്മി എടുക്കട്ടെ. ഇത് ഭാർഗവനങ്ങളുടെ വീടാണോ? ഇത് ഭാർഗവൻ അങ്കിളിന്റെയും കൂടി വീടാണ്. ആണല്ലേ? അങ്കിളിനറിയോ? അയ്യോ, ഞാൻ കൊറേ തപ്പിട്ടാ കണ്ടുപിടിച്ചേ. എന്തിനാ ഇങ്ങനെ കൊറേ തപ്പാൻ നിൽക്കുന്നേ? നേരെ ഇങ്ങോട്ട് വന്ന് ചോദിച്ചാ പോരെ, ഞാൻ പറഞ്ഞു തരൂലേ. തന്റെ പേരെന്താ? സുനിലായില്യം. ആയില്യം എന്നൊരു പേരോ? ആയില്യം എന്നുള്ളത് പേരല്ല, എൻ്റെ നാളാണ്. അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തേക്ക്, കാരണം കുട്ടിക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാലും. എനിക്ക് അങ്കിളിനെ ഒന്ന് കാണാൻ പറ്റോ? അതൊക്കെ പറ്റും, പക്ഷെ ഇപ്പൊ തിരക്ക് പിടിച്ചതിനാ കാണുന്നേ. അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ. അങ്കിളുടെ വൈഫ്? ഞാനോ? അല്ല, അങ്കിളുടെ വൈഫ് ഇവിടെ ഉണ്ടോ? അമ്മൂമ്മ മരിച്ചിട്ട് കുറെ നാളായി. ലോൺലി ലൈഫാണേ ജീവിക്കുന്നത് അപ്പൂപ്പൻ. അമ്മൂമ്മൻ അറിയോ? ഇല്ല. ഇല്ല? എൻ്റെ അച്ഛൻ കേണൽ ദിവാകരൻ? ഇല്ല. ഇല്ല? കുട്ടിക്ക് മൊത്തത്തിൽ ഒന്നും ഇല്ല. ഇല്ല ഇല്ല മാത്രമേ അറിയുള്ളൂ ഇല്ലേ? അപ്പോൾ ഈ ഓൾഡ് വേരുകൾ മാത്രമേ അറിയുള്ളൂ അല്ലേ? അതും ഇല്ല 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 എന്നാണോ? അങ്കിളിനെ ഒന്ന് കാണാൻ പറ്റും? ഇല്ല. അയ്യോ, ഉണ്ട്. ഇങ്ങോട്ട് വരിക. അതായത് ഇങ്ങോട്ട് വരിക, നടക്കുക. ശുംഭൻ ആ ഭസ്മം മുഴുവൻ തേച്ചേക്കണു. ഇനി വൈകിട്ടത്തേക്ക് എനിക്ക് വല്ലതുണ്ടോ? ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ കഞ്ഞിയും പയറാണല്ലോ. ഇനി വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ എന്തെങ്കിലും ഓർഡർ ചെയ്യിപ്പിക്കാം. ആദ്യം നീ ഒട്ടി നിൽക്കാതെ അങ്ങോട്ട് മാറി നിൽക്കുക. ആരാ മോളെ? മായ. അങ്ങ് ദൂരത്തുനിന്ന് വരാന്ന് അല്ലേ? ഉമ്മെന്ന്. താനെന്തിനാ തള്ളിക്കറി പറഞ്ഞേ? എനിക്ക് ചെവി കേക്കാം. കുറച്ച് ഇരിക്കണ്ടേ. നീ എന്താ നോക്കി നിക്കണേ? അതൊക്കെ കൊണ്ട് ചതയ്ക്ക. ഒരു ദിവസം ഞാൻ അരയ്ക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. അല്ലെങ്കിലും അങ്കിളിന് തന്നെ അറിയില്ല. ചിലപ്പോ എന്റെ മുത്തശ്ശി വിലാസിനിയുടെ പേര് പറഞ്ഞാൽ ചിലപ്പോ ഓർമ്മ കിട്ടും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ അങ്കിള് ലവ് ലെറ്റർ കൊടുത്തതിന്റെ പേരില് നാട്ടുകാരെല്ലാം അറിഞ്ഞ് പ്രശ്നമായി താഴുംപാട്ടത്തെ ഹൈസ്കൂളിൽ നിന്ന് TC വാങ്ങിപ്പോയ വിലാസിനി. വൈദ്യരി കിളവാ, കൊള്ളാലോ. എനിക്കറിയായിരുന്നു ഞാനിത് പറഞ്ഞ അങ്കിൾ അപ്പൊ തന്നെ ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നു. വിലാസിനി ഇപ്പൊ എവിടെയുണ്ട്? ചിറ്റൂര് എന്റെ വീട്ടിൽ. 2 അറ്റാക്ക് വന്ന് കിടപ്പില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശി ഇങ്ങനെ പറയാറുണ്ട് ഭാർഗവൻ ഭാർഗവൻ. ആദ്യമൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, പിന്നെ പുള്ളിക്കാരി ഇത് പതിവാക്കി. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്കിളിനോട് മുത്തശ്ശിക്ക് അസ്ഥിക്ക് പിടിച്ച പ്രണയമായിരുന്നു എന്ന്. കണ്ടാ പറയോ അങ്ങേരെ? കുറിന്തൊട്ട് ഇരിക്കുക. എന്നെ എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഞാൻ പോയി നിങ്ങളുടെ സ്കൂൾ രജിസ്റ്റർ എല്ലാം തപ്പി, അത് കഴിഞ്ഞിട്ട് പിന്നെ സോഷ്യൽ മീഡിയ എല്ലാം നോക്കിയിട്ടാണ് ഇപ്പോ ഇതുവരെ ഇവിടെ ഇരിക്കുന്നത്. കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ കൊച്ച്. വിലാസിനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എന്റെ ആദ്യ പ്രണയായിരുന്നു വിലാസൻ. എന്നിട്ട് എന്താ മായയുടെ വരവിന്റെ ഉദ്ദേശം? ചിറ്റൂര് വരെ വരാൻ പറയാനാണെങ്കില്? അയ്യോ അല്ല, ആ പ്രശ്നങ്ങൾക്ക് ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ വീണ്ടും അങ്കിള് മുത്തശ്ശിയെ കാണാൻ വന്നിരുന്നില്ലേ? ബോംബെക്ക് പോണം, കയ്യിൽ കാശൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കയ്യിലുണ്ടായിരുന്ന 2.5 പവന്റെ വള ഊരി വാങ്ങിയിരുന്നില്ലേ?
അത് പിന്നെ എടാ മഹാഭാവി, വീടൊക്കെ ഇപ്പൊ ജപ്തിയുടെ സീനില. കൊറോണ കഴിഞ്ഞതിന് ശേഷം പ്രാരാബ്ദം തലയ്ക്ക് പിടിച്ചു. പണ്ടത്തെ കടങ്ങളൊക്കെ നോക്കി പൈസ പിരിച്ചെടുക്കണമെന്ന് പറഞ്ഞപ്പോ തൊട്ടാണ് മുത്തശ്ശി ഭാർഗവൻ ഭാർഗവൻ എന്ന് പറയാൻ തുടങ്ങിയത്. പാവം ഓൾഡ് തള്ള. ദൈവമേ, അവൾക്കിത് എന്തിന്റെ കേടായിരുന്നു. പിന്നെ കംപ്ലീറ്റ് വിവരങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലാക്കുന്നു പറഞ്ഞപ്പോഴാണ് അൽഷിമേഴ്സ് കിടക്കയിൽ ബിസി ആയിരുന്നിട്ടും തള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ പറഞ്ഞു തന്നെ. ഓ, ഒരു വല്ലാത്തൊരു ഓർമ്മയായിപ്പോയി. ആ മാടപ്പെട്ടിൽ എന്തോരം വളയിരിക്കണേ, അതിന്ന് പറഞ്ഞെടുത്ത് കൊടുക്കുക എന്റെ വൈദ്യരെ. അല്ല, പിന്നെ ചോദിച്ചു വന്നപ്പോ ആ നാട്ടിലെ കൃഷ്ണ ജ്വല്ലറിയില് അങ്കിള് തന്നെ ആ വള വിൽപ്പന നടത്തിയതിന്റെ ഫുൾ രേഖയുണ്ട്. ഇയാളിപ്പോ പെട്ടെന്ന് ചോദിച്ച ഞാൻ എവിടെന്നാ ഇത്? ആഹാ, കൊള്ളക്കിളവാ. പെട്ടെന്നോ? എത്ര കൊല്ലായിടോ? മര്യാദക്ക് ആ വള വിറ്റതിന്റെ പൈസ ഇന്നത്തെ സ്വർണത്തിന്റെ വിലയില് എനിക്ക് തന്നോ? അതെ, ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താനും നാട്ടുകാരും പിന്നെ ഈ ഭസ്മം തൊടുന്നിക്കണ ഈ വേട്ടാവളിനും അറിയും. മനസ്സിലാലോ? എന്റെ പൊന്നുമോളെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കുറച്ച് 1 കിലോ ഭസ്മവും ദൈവം ഉടുതുണിയും ഈ അരകല്ല് എൻ്റെ ഉള്ളൂ. അതൊക്കെ പോട്ടെ, പല ആൾക്കാരും പല തട്ടിപ്പായിട്ട് ഇവിടേക്ക് കയറി വരാറുണ്ട് പല വീടുകളിലും. ഇങ്ങനെ ഒരു അമ്മൂമ്മയും ഇത്തരം പൈസയും വളക്കഥയും ഞങ്ങൾക്ക് എങ്ങനെ നമ്പും? എങ്ങനെയുണ്ടോ ഇതിന്? എടാ, നിന്നെപ്പോലുള്ളവര് ഇതും ഇതിനപ്പുറവും പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടേ ഇപ്പൊ കാണിച്ചു തരാടാ നിനക്ക്. അതെ, നീ ഒരുപാട് ഞെളിയൊന്നും വേണ്ട. ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. ആൻസർ ദ മൈ ദ ക്വസ്റ്റ്യൻ. ഇപ്പൊ കാണിച്ചു തരാം. പോലീസിനാണോ? എന്നാ ഞാൻ പോണു. ഇങ്ങോട്ട് വാടോ. ഇത് കണ്ടിട്ട് പോയാൽ മതി. ഇങ്ങ് വാ, ഇവിടെ വാടോ. എന്താ പോലീസിനാണെങ്കിൽ ഓക്കെ. ഇതേത് ഡാഗിന് തള്ള? എന്താ വിലാസിനി? എടാ, ഉളുപ്പുണ്ടെങ്കിൽ നീ ആ വളയുടെ കാശങ്ങൾ കൊടുത്തു വിടറ ആ കടയില്. ആഹാ, വാ തുറന്ന് ഉളുപ്പില്ലെന്ന് പറയല്ലോ ഇതിരെ. എന്റെ വിലാസിനി. അതെ, നിങ്ങളോട് പഠിച്ച ആ അന്തോണി വർഗീസ് ആളിപ്പോഴും ജീവനോടെ ഉണ്ടോ? ആളുടെ വീടറിയോ?